ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക സാധനം പരിചയപ്പെടുത്തി തരികയാണ്. ഇത് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഇത് കണ്ടാൽ എങ്ങനെയിരിക്കും? മൈസൂർ സാൻഡൽ സോപ്പ് പോലെ ഇരിക്കും അല്ലേ? അതിന്റെ നിറവും അതിന്റെ ഷേപ്പും. പക്ഷെ ഇത് സോപ്പല്ല, വേറൊരു സംഭവമാണ്. ഇത് അരിമണിയിൽ പേരെഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊരു പ്രത്യേക ആർട്ടാണ്, കലാരൂപമാണ്. ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേ. ഉടനാർട്ടാണ്. ശരിക്കും പുരാതന കാലത്ത് രഹസ്യ സന്ദേശങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് അരിമണിയിൽ ഒക്കെയാണ് അന്ന് എഴുതിയിരുന്നത്. അങ്ങനെ ഒരു അരിമണിയിൽ ഒരു വലിയ സന്ദേശമൊക്കെ എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് നമുക്ക് ഒരുപക്ഷെ അത്ഭുതമായിരിക്കും. സാധിക്കുമെന്നാണ് ഇത് പ്രൂവ് ചെയ്തത്. ഇതിനകത്ത് നമുക്കൊരു അരിമണിയും അതിൽ VPI എന്നുള്ളതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. ഇതൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതാണ്. ഇത് ചിക്കമംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഘടനയുടെ പ്രൊഡക്റ്റാണ്. ഇത് ശരിക്കും പരിപോഷിപ്പിക്കേണ്ടതും നിലനിർത്തേണ്ടതുമായ ഒരു കലാരൂപമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് ഇത് എന്തിനാ, പണ്ട് എന്തിനാ ഇത് ഉപയോഗിച്ചിരുന്നേ? ഇതിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ടുള്ള സൃഷ്ടിയായതുകൊണ്ട് നമ്മുടെ ഏകാഗ്രതയും നമ്മുടെ കോൺസെൻട്രേഷൻ പവറും മെമ്മറി പവറും ഒക്കെ കൂട്ടാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഉപയോഗിക്കാം അല്ലേ? അത് ഏറ്റവും വലിയതല്ലേ. നല്ല ഭയങ്കര സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്, സ്ട്രെയിൻ ആണ്. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കുവാനും ഇത്തരം കലാരൂപങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. പരിശീലിക്കണം അല്ലേ? 2200 വർഷം പഴക്കമുള്ള ഒരു ആർട്ട് ഫോമാണ് ഇത് എഴുതിയിരിക്കുന്നത്. പുരാതനമായ ആർട്ട് ഫോമാണ്. ഇത് ഇപ്പോഴും പ്രസക്തിയുണ്ട്. കാരണം ആധുനിക കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ മുഖമുദ്രയായ സ്ട്രെസ് സ്ട്രെയിൻ റിമൂവ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ഇത് പഴയ കാലത്ത് രഹസ്യ സന്ദേശങ്ങളൊക്കെ കൈമാറാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ ഒരു കണക്കിന് ചിന്തിക്കുമ്പോ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇന്റലിജൻസ് അന്നത്തെ മനുഷ്യൻ വേറൊരു രൂപത്തിൽ ഉപയോഗിച്ചിരുന്നു. അപ്പം ഈ ഒരു സംഭവം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2200 വർഷം പഴക്കമുള്ള ആർട്ട് ഫോമാണ് ഇത്. ഇപ്പോഴതിന്റെ വേറിട്ട സംഭവങ്ങള്, വേറിട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സംഘടനയുണ്ട്. എവിടെയാ? ചിക്മംഗ്ലൂർ. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോയാണ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.